നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജന കൃഷ്ണൻ, ഡെന്റൽ സർജൻ ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓറൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ഒരു അവയർനെസ് ഉണ്ട് ഇപ്പോൾ. പക്ഷെ എന്നാലും ഒരു ജനറൽ ഡിസ്കഷന്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓറൽ ഹെൽത്തും നമ്മുടെ ഓവറോൾ ഹെൽത്തും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഞാനത് വളരെ ഈസി ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നമുക്കൊരു ക്യാവിറ്റി ഉണ്ടെന്ന് വെക്കാം. നമ്മുടെ വായിൽ ഒരു ക്യാവിറ്റി ഉണ്ടെന്ന് വെക്കാം. അതിന് പെയിൻ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള ഒരു കണ്ടീഷനാണെന്ന് വെക്കാം. ആ സമയത്ത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പൊതുവെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ മാക്സിമം ചവയ്ക്കാതെ അത് വിഴുങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോൾ അതൊരു 3-4 പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഡൈജഷന് പ്രശ്നം ഉണ്ടാകും. പിന്നെ അത് പതിയെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ പതിയെ പതിയെ പല പല രോഗങ്ങളിലേക്ക് അത് മാറാനുള്ള കാരണമായി തീരും. ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് മനസ്സിലാവാൻ വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. നമ്മുടെ വായിൽ മൗത്ത് സോഴ്സ് അല്ലെങ്കിൽ വായ്പുണ്ണുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ? അത് പലപ്പോഴും നമ്മൾ ഒരു 3-4 ദിവസമൊക്കെ കെയർ ചെയ്യും. ചിലപ്പോൾ അതിന്റെ വേദന അങ്ങ് സബ്സൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അത് കെയർ ചെയ്യാതാവും. അങ്ങനെ കാലക്രമേണ അതൊരു കാർസിനോമ അല്ലെങ്കിൽ ഒരു ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ ചെറിയ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഒരു ഓവറോൾ ഹെൽത്ത് എങ്ങനെയാണ് നമ്മുടെ ഓറൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ അറിയേണ്ടത് നമ്മുടെ ഒരു ഡെയിലി ഡെന്റൽ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ ഡെയിലി ഓറൽ കെയർ റൂട്ടീൻ ആണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു ദിവസം 2 തവണ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. 2 തവണ 2 മിനിറ്റ് എടുത്ത് ബ്രഷ് ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ 2 മിനിറ്റ് ഇപ്പൊ നമുക്ക് ക്ലോക്കിൽ നോക്കി 2 മിനിറ്റ് കൃത്യം ബ്രഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1 to 2 മിനിറ്റ്സ് എങ്കിലും ബ്രഷ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ബ്രഷിങ്ങിന്റെ സമയം മാത്രമല്ല, ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്, ഇതെല്ലാം നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ബ്രഷ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഏത് രീതിയിലുള്ള ബ്രഷാണ് ബ്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രിസിൽഡ് ബ്രഷസ് ആണ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരു നോർമൽ ഒരു ആൾക്ക് ഈ സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രിസിൽഡ് ബ്രഷിന്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അടുത്തത് ടൂത്ത് പേസ്റ്റ്. വെരി സ്മോൾ എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ് മാത്രമാണ് നമുക്ക് പല്ല് തേക്കാനായിട്ട് ആവശ്യമുള്ളത്. ചിലർ പറയും ഒരുപാട് ടൂത്ത് പേസ്റ്റ് എടുത്ത് പല്ല് തേക്കും നല്ലപോലെ വെളുക്കട്ടെ എന്ന്. അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. വളരെ സ്മോൾ എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ് മാത്രം മതി നമുക്ക് ബ്രഷിങ്ങിന്. ഇത് നമ്മുടെ പല്ലുകളുടെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രഷിംഗ് ടെക്നിക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ ഒരു ടെക്നിക്കിലൂടെ ഈ ഒരു രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നല്ല രീതിയിലൊരു ക്ലീനിങ് നടക്കും. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ബ്രഷ് ജിഞ്ചേവയിലേക്ക് ഒരു 45 ഡിഗ്രി, ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ അറ്റ് എ ടൈം ഒരു 3 പല്ലുകൾ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ തേക്കണം. ഇങ്ങനെ. അപ്പൊ നമ്മൾ മുന്നിൽ നിന്നാണല്ലോ നമ്മൾ തേക്കുന്നത്. അപ്പൊ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പം ഇവിടെയും ഇതുപോലെ തന്നെ 45 ഡിഗ്രി ആംഗിൾ ടു ദ ഗം വെച്ചിട്ട് 3 പല്ലുകൾ കവർ ചെയ്യുന്ന രീതിയിൽ സർക്കുലർ മോഷനിൽ ഇങ്ങനെ തേക്കണം. അങ്ങനെ 2 സൈഡും തേച്ച് കഴിയുമ്പോൾ നമുക്ക് വായുടെ, ഞാനിങ്ങനെ കാണിക്കാണ് മോഡലിൽ, ഈ ഭാഗം തേക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ തേക്കണം. അതായത് നമ്മൾ വായിക്കകത്തു ഇങ്ങനെ തേക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ. ഇവിടെ ആവുമ്പം നമ്മൾ ഇങ്ങനെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇത് മേളിലത്തെ പല്ലാണ്. പല്ലുകളെ ഇങ്ങനെ വേണം തേക്കാൻ. ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് താഴത്തെ പല്ലുകൾ. 45 ഡിഗ്രി ആംഗിൾ ടു ദ ഗം, അതായത് നമ്മുടെ ഗമ്മിലേക്ക് 45 ഡിഗ്രിയിൽ ഏകദേശം വെച്ചിട്ട് അറ്റ് എ ടൈം 3 പല്ലുകൾ കവർ ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ ഇങ്ങനെ വേണം തേക്കാൻ. ഇവിടെ അതുപോലെ തന്നെ ഇങ്ങനെ തേക്കും. അകത്തുനിന്ന് നമുക്ക് ഇങ്ങനെ തേക്കും. ഈ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ, ഈ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രഷിംഗ് ടെക്നിക്. ഇനി നമുക്ക് ഡെന്റൽ ഫ്ലോസ് ആൻഡ് മൗത്ത് റിൻസസിനെ കുറിച്ച് സംസാരിക്കാം. ഇത് ശരിക്കും സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതൊരു ബേസിക് ആയിട്ടുള്ള നീഡാണോ, ബ്രഷിങ് പോലെ തന്നെ നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണോ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം.
ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത് ശരിക്കും ബേസിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് അഡീഷണൽ ഒരു ബെനിഫിറ്റ് തരുന്ന, ബ്രഷിങ്ങിന്റെ കൂടെ തന്നെ നമുക്ക് അഡീഷണൽ ഒരു ബെനിഫിറ്റ് തരുന്ന ഒരു സാധനമാണ് ഈ ഡെന്റൽ ഫ്ലോസ്. അതുപോലെ തന്നെയാണ് മൗത്ത് റിൻസസും. അഡീഷണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും മൗത്ത് റിൻസസും ഡെന്റൽ ഫ്ലോസും ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് നമ്മുടെ വായിൽ യൂസ്ഫുൾ ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബ്രഷിങ്ങിലൂടെ റിമൂവ് ആവാത്ത ഫുഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാലിന്റെ പാട പോലെ നമ്മുടെ വായിൽ ഉണ്ടാവുന്ന, നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു മെറ്റീരിയൽ ആണ് പ്ലാക്ക്. അതുപോലത്തെ ബ്രഷിങ്ങിൽ പോവാത്ത എന്തെങ്കിലും വായിൽ റിമെയിൻ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഡെന്റൽ ഫ്ലോസ് വഴി നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി മൗത്ത് റിൻസസ് എങ്ങനെയാണ് നമ്മുടെ വായിൽ യൂസ്ഫുൾ ആവുന്നതെന്ന് നോക്കാം. നമ്മുടെ വായിൽ ബാഡ് ബ്രെത്ത് ഉണ്ടാകുന്നതിനെ നമുക്ക് ഈ മൗത്ത് റിൻസസിന്റെ ഉപയോഗം കൊണ്ട് കുറേയൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വായിലുണ്ടാകുന്ന, അതായത് ഡീകേ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെ മൗത്ത് റിൻസസ് കിൽ ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇത് രണ്ടും, ഡെന്റൽ ഫ്ലോസും അതുപോലെ തന്നെ മൗത്ത് റിൻസസും നമുക്ക് വായിക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ടെണ്ണമാണ്. അത് ശരിക്കും ഒരു ഡെയിലി റുട്ടീനിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു നീഡായിട്ട് പറയാനായിട്ട് സാധിക്കില്ല.